നമസ്കാരം. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 18 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. വിവിധ ഘട്ടങ്ങളിലായി 700-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് റഷ്യ തൊടുത്തുവിട്ടത്. മാസങ്ങൾക്കിടെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിതെന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം റഷ്യയിലെ തുറമുഖ നഗരമായ തുവാബ്സയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 14 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയും എണ്ണ, കൽക്കരി, വളം എന്നിവയുടെ കയറ്റുമതി കേന്ദ്രവുമാണ് ഈ തുറമുഖം. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഈസ്റ്റർ പ്രമാണിച്ച് ഹ്രസ്വമായ വെടിനിർത്തൽ നിലനിന്നിരുന്നെങ്കിലും ഇരുപക്ഷവും നൂറുകണക്കിന് ലംഘനങ്ങൾ നടത്തിയതായി പരസ്പരം ആരോപിച്ചു. കീവിൽ രാത്രിയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിൽ തീപിടുത്തമുണ്ടാവുകയും കറുത്ത പുക ഉയരുകയും ചെയ്തു. സമാധാന നീക്കങ്ങൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന സമയത്തിന് തൊട്ടുപിന്നാലെ ഇരുപക്ഷത്തു നിന്നുമുണ്ടായ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ആക്രമണം ശക്തമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നതും. റഷ്യക്കെതിരെയുള്ള ആഗോള നയങ്ങളിൽ ഇളവ് വരുന്നതിനോ ഉപരോധങ്ങൾ നീക്കുന്നതിനോ അവർ അർഹരല്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിയില്ല. റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരണം. കൂടാതെ യുക്രൈന് സഹായം നൽകുമെന്ന് നൽകിയ ഓരോ വാഗ്ദാനവും കൃത്യസമയത്ത് പാലിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ഊർജ്ജ കേന്ദ്രങ്ങൾക്കും ക്രൂയിസ് മിസൈൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായി മോസ്കോ അറിയിച്ചു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല. വ്യാഴാഴ്ച രാവിലെ 7 മണിവരെയുള്ള സമയത്തിനിടയിൽ 31 മിസൈലുകളും 636 ഡ്രോണുകളും തങ്ങളുടെ വ്യോമസേന വെടിവെച്ചിടുകയോ നിർവീര്യമാക്കുകയോ ചെയ്തതായി യുക്രൈൻ പ്രതികരിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ 12 മിസൈലുകളും 20 ഡ്രോണുകളും ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ഉപപ്രധാനമന്ത്രി ഒലെക്സി കുലേബ പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ ആവശ്യപ്പെട്ടു. ആക്രമണകാരിക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ തന്നെ നടപ്പിലാക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളോ യുക്രൈനുള്ള പിന്തുണ വൈകിപ്പിക്കുന്നത് അധാർമികവും വിപരീത ഫലം നൽകുന്നതും അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ തലസ്ഥാനത്ത് 18 നിലകളുള്ള കെട്ടിടത്തിലേക്ക് വളരെ താഴ്ന്നു പറന്ന ഒരു ഡ്രോൺ ഇടിച്ചു കയറിയതായി മേയർ ക്ലിച്കോ പറഞ്ഞു. നഗരത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 60 ആണെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. അതേസമയം യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെടുന്നത് റഷ്യയുടെ വാദങ്ങളെ തള്ളിക്കളയുന്നുവെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. 4 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം 2026-ലും സ്ഫോടനാത്മകമായി തുടരുകയാണ്. 2026-ൽ കീവ് നേരിടുന്ന ഏറ്റവും ഭയാനകമായ രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെയെന്ന് യുക്രൈനിലെ യൂറോപ്യൻ യൂണിയൻ അംബാസഡർ കത്രീന മദർനോവ പറഞ്ഞു. കീവിലെ ജനങ്ങൾ വലിയൊരു വിഭാഗം നിലവിൽ ഭൂഗർഭ ഷെൽട്ടറുകളിലാണ് കഴിയുന്നത്. റഷ്യയുടെ മിസൈൽ ഡ്രോൺ വഴിയിൽ യുക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ കൂടുതൽ സൈനിക സഹായം നൽകണമെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ വീണ്ടും അഭ്യർത്ഥിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇതിനോടകം 4 വർഷം പിന്നിട്ടു. നാറ്റോയിൽ അംഗമാകാനുള്ള യുക്രൈൻ്റെ ആഗ്രഹവും അത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമുള്ള പുടിൻ്റെ ആശങ്കയുമാണ് ഈ യുദ്ധത്തിൻ്റെ ലളിതമായ കാരണം. ക്രിമിയ, ലുഹാൻസ്ക്, ഡാനസ്ക്, സപോറിഷ്യ, ഖേഴ്സൺ എന്നീ പ്രധാന മേഖലകളടക്കം യുക്രൈൻ്റെ 20% റഷ്യയുടെ കയ്യിലാണ്. തലസ്ഥാനമായ കീവ് തൊടാൻ റഷ്യയ്ക്കായിട്ടില്ല. വടക്കൻ യുക്രൈനിലും ശക്തമായ പ്രതിരോധമാണ്. ചർച്ചകൾ വഴിമുട്ടുന്നതും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാകാത്തത് കൊണ്ടുകൂടിയാണ്.